ആ യേശയ്യായുടെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. രണ്ടു കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ. ഒന്ന്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. ആരാണ് ഈ ദരിദ്രർ? രണ്ടാമത്, ഈ സുവിശേഷം എന്താണ്? ഇന്ന് അനേകർക്ക് ദാരിദ്ര്യം, ദരിദ്രർ എന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ശാരീരികമായ ദാരിദ്ര്യമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടു, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ ആത്മാവാണ്. ദൈവം ആത്മാവായതുകൊണ്ട് ഞാനും നിങ്ങളും ആത്മാവാണ്. ഈ ആത്മാവിന് ദൈവം ഒരു ഹൃദയം, ആ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, ബുദ്ധി, നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ഹൃദയവും ആത്മാവും ഹൃദയവുമുള്ള മനുഷ്യന് ഒരു ശരീരത്തിൽ ജീവിക്കുന്നു, മണ്ണുകൊണ്ടുള്ള ഒരു ശരീരത്തിൽ ജീവിക്കുന്നു. ഈ ശരീരമല്ല മനുഷ്യൻ. പാപത്തിൻ്റെ ഫലമായിട്ട്, ആദത്തിലൂടെ വന്ന പാപത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ ആത്മീയ കണ്ണ് അടഞ്ഞു പോയതുകൊണ്ടും അവൻ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പോയതുകൊണ്ടും ആത്മാവിൽ മരിച്ചവനായതുകൊണ്ട് അവൻ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനോ ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കാത്തത് കൊണ്ട് അവൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ശാരീരികമായ തലത്തിലാണ്. അതുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ചിന്തിക്കുന്നത് യേശു വന്നത് ദരിദ്രർക്ക്, അതായത് സമ്പന്നമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സുവിശേഷം കൊണ്ടുവന്നെന്നാണ് വിചാരിക്കുക. അതല്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവമില്ലാത്തൊരവസ്ഥ. ദൈവമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, കൂട്ടായ്മയിലായിരിക്കുവാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, യേശു വന്നത് ശിഷ്യന്മാരെ വിളിക്കുവാൻ. ആ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്താണ് ചെയ്തത്? ആ ശിഷ്യന്മാരെ വിളിച്ചത് അവനോടുകൂടി ആയിരിക്കുവാൻ. ഈ ദൈവം ആദ്യമായിട്ട് പർദീസായിൽ മനുഷ്യനാക്കിയപ്പോൾ അവനെ സൃഷ്ടിച്ചെന്തിനാണ്? അവനോടുകൂടി ആയിരിക്കുവാൻ, കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ സേവിക്കുവാൻ. യേശു വന്നപ്പോഴും ശിഷ്യന്മാരെ വിളിച്ചെന്തിനാണ്? അവനോടുകൂടി ആയിരിക്കുവാൻ, യേശുവിനെ അറിയുവാൻ. യോഹന്നാൻ 17:3 നമ്മൾ കണ്ടു കഴിഞ്ഞ എപ്പിസോഡിൽ. എന്താണ് നിത്യമായ ജീവിതം? എന്താണ് നിത്യമായ ജീവൻ? താൻ അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. ഈ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ, പർദീസയിലുള്ള മനുഷ്യൻ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവവചനമാകുന്ന യേശുവായിരുന്ന ജീവന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. വചനമായിരുന്നത്. വചനത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ മരണം, നിത്യമായ മരണം, ആത്മീയമായ മരണം കടന്നു വന്നു. ഇന്ന് യേശു വന്നത് ഈ ശിഷ്യന്മാരെ വിളിക്കുവാൻ, അവനോടുകൂടി ആയിരിക്കുവാൻ. ശിഷ്യന്മാർ വചനത്തിൽ ജീവിക്കുന്നവർ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള ബന്ധമില്ലാത്ത, ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പോയ ഒരവസ്ഥ. യേശുവിൻ്റെ ഒരു ഉപമയിൽ പറയുന്നുണ്ട്, ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലൊരു പുത്രൻ പറഞ്ഞു, എൻ്റെ സ്വത്ത് വീതിച്ച് എനിക്ക് കിട്ടാനുള്ള എൻ്റെ പങ്ക് ഇങ്ങ് തരിക. അവൻ എന്നിട്ട് പിതാവിനിൽ നിന്നും വളരെ അകലെ പോയി ദൂർത്തടിച്ച് ജീവിച്ചു, എല്ലാം നശിപ്പിച്ചു. അവസാനം പന്നിക്കൂട്ടിലാണ് കിടക്കുന്നത്. പന്നികൾക്ക് കൊടുക്കുന്ന തീറ്റി പോലും തിന്നാൻ സാധിക്കുന്നില്ല. അങ്ങേയടുത്ത ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിൻ്റെ കാര്യം എന്താ? അങ്ങനെ അവൻ ദരിദ്രനാകേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ കാരണം എന്താ? സമ്പന്നനായിരുന്ന അവൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അവൻ്റെ സ്വന്തം ഭവനം ഉപേക്ഷിച്ച് പിതാവിൽ നിന്നും വേർപെട്ട ഒരവസ്ഥ. അതാണ് ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിൻ്റെ കാരണം എന്താണെന്ന് ഈ മകന് മനസ്സിലായപ്പോൾ, അവന് സുബോധം വന്നപ്പോൾ, വചനം പറഞ്ഞ് അവന് സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ പക്കലേക്ക് ചെന്നു. പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ആ മകൻ ശരീരത്തിൽ മരിച്ചു പോയിട്ടില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ദൈവം ആ വാക്കുപയോഗിച്ചു, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറയുന്നത്? പിതാവിൽ നിന്നും വേർപെട്ട, ആത്മാവായ പിതാവായ ദൈവത്തിൽ നിന്നും വേർപെട്ട് പോയ എൻ്റെ ആത്മാവ് ദൈവത്തെ സംബന്ധിച്ച് മരിച്ചതാണ്. അവിടെയാണ് ദാരിദ്ര്യം. അപ്പം എൻ്റെ ആത്മാവിൽ ഞാൻ സമ്പന്നനാകുമ്പോൾ, ഞാൻ ദൈവവുമായിട്ട് വീണ്ടും ബന്ധപ്പെടുമ്പോൾ,
ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പം അത് വലിയൊരു സമ്പന്നതയാണ്. ആ സമ്പന്നത എൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ബുദ്ധിയിലേക്ക്, എൻ്റെ വികാരങ്ങളിലേക്ക്, എൻ്റെ വിചാരങ്ങളിലേക്ക്, എൻ്റെ ആഗ്രഹങ്ങളിലേക്കൊക്കെ ആകുന്ന ഹൃദയത്തിലേക്കും എൻ്റെ ശരീരത്തിലേക്ക് വന്നു, അതെൻ്റെ കുടുംബജീവിതത്തിലും വന്നു, അത് ഞാൻ ഈ ലോകത്തിൽ ചെയ്യുന്ന ജോലികളിൽ, എൻ്റെ കൃഷികളിൽ, എൻ്റെ ബിസിനസ്സുകളിലും ഒക്കെ സമ്പന്നത കടന്നു വരും. ഇന്ന് അതൊക്കെ ഇല്ലാത്തതിൻ്റെ കാരണം, അതിൻ്റെ റൂട്ട് കോസ്, പരമപ്രധാനമായ കാരണം ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു പോയി. ഇതാണ് യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. സമയമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. നമുക്കെല്ലാം വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ല. ടി വിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ എഴുതി കാണിക്കുന്നതൊക്കെ എടുത്ത് നിങ്ങൾ വായിച്ച് ധ്യാനിക്കാമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധാത്മാവ് വെളിപാട് തരും. അപ്പോൾ ഇവിടെ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വന്നെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭൗമികമായിട്ട് ധനമില്ലാത്തവരെ അല്ല, നേരെ മറിച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഏറ്റവും വലിയ ദരിദ്രനായിരിക്കാം. ഞാൻ ഈ പറഞ്ഞത് വചനത്തിൽ നിന്ന് കാണിച്ചു തന്നത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം ധനവാന്മാർ, നിങ്ങൾക്ക് ഈ ലോകത്തിലെ സമ്പത്ത് മുഴുവനും കയ്യിലുണ്ടെങ്കിലും ദൈവം നോക്കുമ്പോൾ നിങ്ങൾ ദരിദ്രനായിരിക്കാം. യേശുവില്ലെങ്കിൽ, യേശുവിനെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പടം വീട്ടിൽ തൂക്കിയിടുന്നുണ്ടല്ല, ബൈബിള് കൈ പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതല്ല, ചില പ്രാർത്ഥനകൾ ചെല്ലുന്നതല്ല. യേശു ഇല്ല എന്ന് പറയുമ്പോൾ യേശു ആകുന്ന സൃഷ്ടാവായ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല. റോമ 8:1 പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിലേക്കാണ് സ്നാനപ്പെടേണ്ടത്. ഇന്ന് അനേകർ സ്നാനപ്പെടുന്നത് യേശു ക്രിസ്തുവിലേക്കല്ല, സ്നാനപ്പെട്ടിട്ടും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ജ്ഞാനസ്നാനത്തിന് ദൈവസന്നിധിയിൽ യാതൊരു വിലയില്ല, അത് ദൈവം സ്വീകരിക്കുന്നില്ല. സ്നാനം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വെള്ളം കോരി ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ജീവനിലേക്ക് വരാത്തതുകൊണ്ടാണ്, ദൈവികമായ ജ്ഞാനം വരാത്തതുകൊണ്ടാണ്. വചനം കടന്നു വന്ന് യേശുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് ജീവനുള്ളൂ. ആ യേശുവിൻ്റെതായി, ഞാൻ യേശുവിൻ്റെതായി എന്ന് ലോകം മുഴുവൻ അറിയാൻ വേണ്ടി എൻ്റെ പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് ഞാൻ ജ്ഞാനസ്നാനപ്പെടുന്നത്. ഐ ബിലോങ് ടു ജീസസ്. അപ്പോൾ ദരിദ്രർ എന്ന് പറയുന്നത് യേശുവില്ലാത്തൊരവസ്ഥയാണ്. അവരിലെ ആ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനാണ് യേശു വന്നത്. ഈ സുവിശേഷം എന്താണ്, അതേക്കുറിച്ച് നമ്മൾ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കേട്ടിരിക്കും. ഇനി നമ്മൾ തുടർന്ന് വായിച്ചാൽ ഈ ലൂക്ക 4 നമ്മൾ വായിച്ചതിൻ്റെ വേറൊരു വശത്ത് പറയുന്നു, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ആണ് അവൻ വന്നിരിക്കുന്നത്. ആരാണ് ഈ ബന്ധിതർ? ആരാണ് അടിച്ചമർത്തപ്പെട്ടവർ? വീണ്ടും നമ്മൾ ആത്മീയ കണ്ണുകൾ അടഞ്ഞു പോയിട്ട് മാനുഷികമായി നോക്കിയാൽ ജയിലിൽ കിടക്കുന്നവരാണോ? കോടതി വിധി പ്രകാരം കൊലപാതകം ചെയ്തവരും അല്ലെങ്കിൽ വലിയ വലിയ തിന്മകൾ ചെയ്തവരെ, ഈ ലോകത്തിലെ നിയമം കോടതി വിധിച്ച് ജയിലിലാക്കിയവരെ മോചിപ്പിക്കാനാണോ യേശു വന്നത്? അപ്പോൾ യേശു ആ തിന്മയോട് ഓക്കെ പറയുവാണോ? ഇവിടെ ആത്മാവിൽ കാണണം. ആത്മാവിൽ ബന്ധനസ്ഥരായവർ, അതാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കേൾക്കാത്തവർ ദയവായിട്ട് കേട്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ആദത്തിൻ്റെ പാപത്തിലൂടെ ആദത്തിൽ പിശാചിൻ്റെ വചനം കേട്ട ആദോ ഹവ്വായും പിശാചിനെ അനുസരിച്ചപ്പോൾ റോമ 6:16 പറയുന്നു, അവർ പിശാചിൻ്റെ അടിമകളായി. ആ പിശാചിൻ്റെ അടിമത്തത്തിൽ കടന്നുകൊണ്ട് പെരുകി വർദ്ധിച്ചവരാണ് നമ്മളെല്ലാവരും.